ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഓരോരുത്തരും ഈ വലിയ ഗായകന്മാരായാലും ചെറിയ ഗായകന്മാരായാലും നമ്മളിങ്ങനെ പാടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ പാടുന്ന ഈ ഗായകന്മാർ നമ്മളൊരു ഫ്രൂട്ട്സ് ഉണ്ട്. ആ ഫ്രൂട്ട്സ് കിട്ടുന്ന സമയത്ത് എല്ലാ കാലവും അത് ഉണ്ടാവില്ല, സീസണിലൊക്കെ ഉണ്ടാവും. കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഫ്രൂട്ട്സ് കത്തിക്കൊണ്ട് വെട്ടിയെടുത്തതിന് ശേഷം പകുതി മുറിച്ചിട്ട് കുറച്ച് സ്വല്പം പഞ്ചസാര ഇട്ട് സ്പൂണോട്ട് നല്ല ഇളക്കി നല്ലോണം നമ്മൾക്ക് കഴിക്കുന്ന ഈ കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, അതൊരു ഔഷധ വീരുള്ള ഒരു ഫ്രൂട്ട്സാണ്. ഇത് കഴിച്ചാൽ നമുക്ക് നല്ല ശ്രുതിയിലും നല്ല സൗണ്ട്, നല്ല തൊണ്ടൊക്കെ നല്ല ക്ലിയർ ആയിക്കോട്ടെ, നല്ല ഈ എന്താണ് പാട്ടിലേക്ക് എത്തിയാൽ നല്ലൊരു ശ്രുതിയിലെത്തിക്കാനോ അതുപോലെ രീതി കിട്ടാനോ സൗണ്ട്, നല്ല സൗണ്ട്, അതിലൊക്കെ സൗണ്ടായി കിട്ടും. അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഫ്രൂട്ട്സ്. ഞാൻ തന്നെ എൻ്റെ പറമ്പിൽ സ്വന്തം കൃഷി ഉണ്ടാക്കി ചെയ്ത, വേറെ ഒരു ഇതിലെ ചാണകപ്പൊടി പിന്നീട് മാത്രം നമ്മൾ ഇട്ട് ഉണ്ടാക്കിയ സാധനമാണ്. ആ ഫ്രൂട്ട്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതേപോലെ വലിയ നല്ല കായ്പുണ്ടാവും. കായ്പുണ്ടായി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് പത്തെടുക്കാൻ അതേപോലെ ഇതുപോലെ ഒറിജിനൽ പഴുത്ത സാധനമാണ്. ഈ പഴുത്ത സാധനം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് വലിക്കരുത്. ആ വള്ളിക്ക് കേടാ നമ്മളിങ്ങനെ ഒരു ചെറിയ കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കത്തി കൊണ്ടോ ഇങ്ങനെ ഇതിങ്ങനെ കട്ട് ചെയ്താൽ കണ്ടോ, നിങ്ങളെല്ലാവരും കണ്ടോ, ഈ ഒറിജിനൽ കടയിൽ നിന്ന് വാങ്ങാനൊന്നും അങ്ങനെ കിട്ടാത്ത ഒരു സാധനമാണ്. ഈ കൗണ്ടിങ് കുറവിനൊക്കെ നല്ലൊരു ഫ്രൂട്ട്സാണ്, നല്ല കഴിക്കുന്ന നല്ല ഒരു ഔഷധ വീരുള്ള സാധനമാണ്. ഈ സാധനം നമ്മൾ എന്ത് വെച്ച് ഇങ്ങനെ കത്തി കൊണ്ട് കണ്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് ബാക്കിയുള്ളത് നമ്മൾ ചെയ്യുക. ഇങ്ങനെ പകുതി അങ്ങ് മുറിക്കുക, എന്നിട്ട് ഇതിൽ 2 പീസാക്കിയിട്ട് സ്വല്പം പഞ്ചസാര ഇട്ടിട്ട് ഇളക്കിയിട്ട് സ്പൂണിൽ നമ്മൾ കഴിക്കുക. അതേപോലെ നമുക്ക് ചായപ്പൊടിക്ക് പകരം വേണമെങ്കിൽ ഇതിൽ ഈ ചൂടുവെള്ളത്തിൽ ഇത് കലക്കിയതിന് ശേഷം സ്വല്പം പഞ്ചസാര ഇട്ട് അത് കുടിക്കുക, ചായ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ഔഷധ സാധനമാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും കണ്ടിട്ട് ഇതേപോലെ കൃഷി ഉണ്ടാക്കിയ ഓക്കെ.